In the near future, a healthy person will be much rare to find than a six-figure Rolex. ഇന്ത്യയിൽ ഈ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ആരോഗ്യപൂർണ്ണമായ ആളുകളുടെ എണ്ണം കോടീശ്വരന്മാരുടെ എണ്ണത്തേക്കാൾ കുറവായിരിക്കും. ആക്ച്വലി ഇതൊരു ആർട്ടിക്കിളിൽ വന്ന ഹെഡ്ലൈനാണ്. ശരിക്കും എല്ലാവർക്കും അതിശയകരവും വിഷാദകരവുമായ ഒരു ഫാക്റ്റാണിത്. പക്ഷേ ഈ ഹെഡ്ലൈന് അടിസ്ഥാനം ഗണിതശാസ്ത്രവും ജീവിതശൈലിയും ചേർന്നുണ്ടായ വാസ്തവമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ കാണും. നമ്മൾ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് വിശദമായി പറയാം. ഞാൻ ഡോക്ടർ അരുൺദാസ് വെളിയത്ത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനകളിൽ ഒന്നാണ്. കോടീശ്വരന്മാരുടെ എണ്ണം ഇവിടെ വർഷാനുവർഷം ഇരട്ടിയായാണ് വർദ്ധിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു നേട്ടമാണ്. പക്ഷേ ഇന്ത്യയിൽ ആരോഗ്യനില ദയനീയമായ രീതിയിൽ താഴേക്കാണ് പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അമിതവണ്ണം, ഒബീസിറ്റി, ഹൃദ്രോഗങ്ങൾ, നഗരവാസികളിൽ 30% പേരോ അമിതവണ്ണമോ അതിലോട് അടുത്ത നിലയിലോ എത്തിയിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന പേര് വരെ നേടിയിരിക്കുന്നു. ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ഹൃദയം 30-40 വയസ്സിൽ തന്നെ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ സങ്കീർണത. ധനം കൂടുമ്പോൾ ആരോഗ്യം താഴേക്കാണ് പോകുന്നത്. ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ദി കീ പ്രോബ്ലം. നമ്മുടെ ഫിറ്റ്നസ് കുറയാൻ പ്രധാന കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് റെസ്റ്റ്, മെന്റൽ സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്. ഇതിൽ സെഡൻഡറി ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായും കസേരകളിൽ ഇരിക്കുകയും സ്ക്രീനിനോട് അടുത്തിരിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഗോസ് ഓൺ ഫോർ 8 to 10 hours ഇൻ എ ഡേ വിത്ത് ലിറ്റിൽ ഓർ നോ എക്സസൈസ്. നെക്സ്റ്റ്, അൺഹെൽത്തി ഡയറ്റ്. പണ്ട് നമ്മുടെ പൂർവികരെ ഭക്ഷ്യവിഭവങ്ങളായി നെല്ലരിയും പച്ചക്കറിയും നാടൻ ചീരയുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതിന് പകരം പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ നിറഞ്ഞ തീന്മേശകളിൽ സുലഭമാണ്. നെക്സ്റ്റ്, മെന്റൽ സ്ട്രെസ്. ധനം ഉണ്ടാക്കാൻ ദിവസവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. ഷോപ്പ്, പ്രൊജക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എല്ലാം കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ സമ്മർദ്ദം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സാരമായി ബാധിക്കുന്നു. ശരിയായ വിശ്രമത്തിന്റെ കുറവ്, ദാറ്റ് മീൻസ് ലാക്ക് ഓഫ് റെസ്റ്റ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉറക്കം മിക്കപ്പോഴും 5 മുതൽ 6 മണിക്കൂറിലേറെ സമയം അവർ അതിനുവേണ്ടി മാറ്റിവെക്കാറില്ല. വൈ ദിസ് ട്രെൻഡ് ഈസ് അലാമിംഗ്. ഈ ട്രെൻഡ് എന്തുകൊണ്ട് അത്രയും ഭീകരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര പണം ഉണ്ടാക്കിയാലും ആരോഗ്യവും സുഖവും ഇല്ലെങ്കിൽ അതിൽ എന്തിനാണ് പ്രയോജനം? അതുപോലെ തന്നെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അമിതവണ്ണവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം ഇവയുടെ ഫലമായുള്ള ദൈർഘ്യമില്ലാത്ത ജീവിതവും ഒരു വലിയ പ്രശ്നമാവുകയാണ്. കൂടാതെ മുതിർന്നവരുടെ ആരോഗ്യ ചിലവുകൾ. ഒരാൾ ശരീരം നോക്കുന്നില്ലെങ്കിൽ 40 വയസ്സിന് ശേഷം ആശുപത്രി ചിലവ് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കൊടുത്തുകൊണ്ടായിരിക്കും അവരുടെ ജീവിതം. സോ ദിസ് ട്രെൻഡ് ഈസ് അലാമിംഗ്. ശാരീരിക മാനസിക തലങ്ങളെ കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ ഓരോ രോഗിയെയും അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും അതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളെയും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാവുന്നതാണ്. സോ ഈ ട്രെൻഡിനെ ഹോമിയോപ്പതിക്ക് സഹായിക്കാനാകും. കൂടാതെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനും ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് മെയിൻറ്റെയിനിങ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതിനായി ദിവസത്തിൽ ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. ചെറിയൊരു വേടാണ് വ്യായാമം എന്ന് പറയുന്നത്, പക്ഷേ ഇത് ശരിക്കും മനസ്സിനും ശരീരത്തിനും വലിയ മാറ്റം നൽകുന്നു. കൂടാതെ പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കി കഴിയുന്നത്ര ഓർഗാനിക് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഡെയിലി കുറഞ്ഞതൊരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. കൂടെ ദിവസവും 15 മിനിറ്റ് എങ്കിലും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ശീലമാക്കുക. ഇന്ത്യയുടെ സമ്പത്ത് വളരുന്നുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം ദശകങ്ങളായി താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റാനാകും. മാറ്റാൻ പറ്റുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. പണം സമ്പാദിക്കണോ അതോ ആരോഗ്യമായ ജീവിതം ജീവിക്കണോ? ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ അവഗണിക്കാതെ ഫിറ്റ്നസ് നിലനിർത്തുക. വെളിയത് ഹോമിയോപ്പതി, on a mission to cure.